അഹമ്മദാബാദിലുണ്ടായ വിമാന അപകടത്തിന്റെ പരിശോധനകൾ ഇന്നും തുടരും. അപകടത്തിൽപ്പെട്ട വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ ഇന്നലെ നീക്കം ചെയ്തിരുന്നു. ഇത് മറ്റൊരിടത്തേക്ക് മാറ്റുന്ന നടപടിയും ഇന്നുണ്ടാകും. അപകടത്തിൽ കൊല്ലപ്പെട്ടവരുടെ DNA പരിശോധനകൾ പുരോഗമിക്കുകയാണ്. 48 മുതൽ 72 മണിക്കൂർ വരെ സമയമെടുക്കുമെന്നാണ് വിവരം. അപകടത്തിൽ കൊല്ലപ്പെട്ട പുല്ലാട് സ്വദേശി രഞ്ജിതയുടെ സഹോദരൻ രതീഷ് അഹമ്മദാബാദിൽ തുടരുകയാണ്. വിവരങ്ങളുമായി വിഷ്ണു സുരേഷാണ് അഹമ്മദാബാദിൽ നിന്നും ചേരുന്നത്. വിഷ്ണു, ഗുഡ് മോർണിംഗ്. ഇന്നും ഈ അപകടവുമായി ബന്ധപ്പെട്ട് അതിന്റെ കാരണം അടക്കം കണ്ടെത്താനുള്ള പരിശോധനകൾ നടക്കും എന്ന് മനസ്സിലാക്കുന്നു. ഏത് തരത്തിലുള്ള പരിശോധനകളാണ് നടക്കുക? ഒപ്പം തന്നെ ഈ രഞ്ജിതയുടെ സഹോദരൻ രതീഷ് അഹമ്മദാബാദിൽ തുടരുകയാണല്ലോ ഇപ്പോൾ. ഗുഡ് മോർണിംഗ്. ഈ അപകട സ്ഥലത്ത് വിവിധ ഏജൻസികളുടെ പരിശോധനയും അതോടൊപ്പം തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പരിശോധനയും നടക്കുന്നുണ്ട്. കാരണം ഏതെങ്കിലും തരത്തിൽ മൃതദേഹ അവശിഷ്ടങ്ങളൊക്കെ കണ്ടെത്താനുള്ള ശ്രമമാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്തുനിന്നുണ്ടാകുക. ഇന്നലെ അങ്ങനെ നടത്തിയ ഒരു പരിശോധനയിലാണ് ക്യാബിനകത്ത് നിന്ന് ഒരു മൃതദേഹം ലഭിച്ചത്. അത് ആരുടേതാണെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. അവിടെ നിന്ന് ആ മൃതദേഹം ഇന്നലെ തന്നെ മാറ്റുകയും ചെയ്തിട്ടു. ഈ പരിശോധനയുമായി ബന്ധപ്പെട്ട് ഈ വിമാനത്തിന്റെ ഇന്നലെ മാറ്റിയൊരു ഭാഗം അവിടെ ഇപ്പോഴുമുണ്ട്. അത് ഈ ഏജൻസികളുടെ നിർദ്ദേശപ്രകാരം മറ്റൊരിടത്തേക്ക് മാറ്റും. അതിൽ ശാസ്ത്രീയമായ പഠനത്തിനടക്കം വിധേയമാക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് അത് അങ്ങോട്ടേക്ക് മാറ്റുന്നത്. ഈ DNA പരിശോധനയുമായി ബന്ധപ്പെട്ട് പലയിടങ്ങളിൽ നിന്ന് വിമർശനം ഉയരുന്നുണ്ട്. അത് കുറച്ച് കാലതാമസം നേരിടുന്നു എന്നുള്ളതാണ്. എന്നാൽ ഡോക്ടർമാർ അടക്കം പ്രതികരിക്കുന്ന ഒരു സ്വാഭാവിക നടപടിയാണ്. സാധാരണഗതിയിൽ DNA പരിശോധനാ ഫലം ലഭിക്കാൻ 48 മുതൽ 72 മണിക്കൂർ വരെ സമയമെടുക്കും. അതിൻ്റെ ഒരു ഡിലേ മാത്രമാണ് ഉണ്ടാകുന്നത്. മറ്റ് ഈ DNA പരിശോധന പൂർത്തിയാക്കാൻ ഒരു തരത്തിലുള്ള ഡിലേയും ഉണ്ടാകില്ല. പെട്ടെന്ന് തന്നെ ബന്ധുക്കൾക്ക് അവരുടെ മൃതദേഹങ്ങൾ വിട്ടു നൽകാനുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്നലെ വരെ ചില അവ്യക്തതകൾ നിലനിന്നിരുന്നത് ഈ ഹോസ്റ്റലിൽ നിന്ന് കൂടുതൽ ഡോക്ടർമാരെ കാണാതായിട്ടുണ്ടെന്നാണ്. എന്നാൽ ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ അക്കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ട്. അങ്ങനെ ആരെയും കാണാനില്ല. 4 പേരാണ് മരിച്ചത്. ആ കോമ്പൗണ്ടിനകത്ത് 9 പേർ മരിച്ചു കിടന്നു. പക്ഷേ അതിൽ ബാക്കിയുള്ള ആളുകൾ അവിടുത്തെ പ്രദേശവാസികൾ എന്നാണ് റെസിഡന്റ് എഡിറ്റർ ഈ ഡോക്ടർമാരുടെ അസോസിയേഷൻ വ്യക്തമാക്കിയത്. അതുകൊണ്ട് അവിടെ കൂടുതലായിട്ടുള്ള പരിശോധനകൾ ഇന്നും നടത്തുമെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. രാഷ്ട്രീയ നേതാക്കളും അതോടൊപ്പം ആരോഗ്യ പ്രവർത്തകരുമൊക്കെ സംഭവ സ്ഥലം സന്ദർശിക്കുന്നുണ്ട്. ആശുപത്രിയിൽ മതിയായ സൗകര്യങ്ങളൊക്കെ എല്ലാം കൃത്യമായി തന്നെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഒരു പക്ഷേ നാളെയോടുകൂടി ഈ മൃതദേഹങ്ങളൊക്കെ വിട്ടു നൽകുന്ന ഒരു നടപടിയിലേക്ക് കടക്കുമെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാവുന്നത്. ക്രിസ്റ്റീന, അഹമ്മദാബാദിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു വിഷ്ണു സുരേഷ്. DNA പരിശോധനകൾ നടക്കുകയാണ്. രഞ്ജിതയുടെ സഹോദരൻ അഹമ്മദാബാദിൽ തുടരുകയാണ്.